ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാബ്രിക് നെക്ലേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഈ ഒരു കളർ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കീസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാക്ക് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അധികം തിക്കും അല്ല അധികം തിന്നും അല്ലാത്തൊരു ടൈപ്പായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ആ ഒരു കളർ ഫാബ്രിക് അല്ല, ആ ഒരു വൂളൻ ത്രെഡ് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സെയിം മാച്ച് ചെയ്യുന്ന ഒരു ക്ലോത്ത് തന്നെ എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്വയർ അളന്നിട്ട് ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ 4 എണ്ണം ചെറുതും 1 എണ്ണം വലുതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കാർഡ്ബോർഡ് പീസും ആ ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം ആദ്യം കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് അതിൻ്റെ കുറച്ച് പുറത്തായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് പുറത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ക്ലോത്തിൻ്റെ സൈഡൊക്കെ വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സൈഡുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യാണ്ട് ഒട്ടിക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്ക് ഒന്നുകൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടെ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ കാർഡ്ബോർഡ് പീസ് നമ്മൾ 5 എണ്ണമാണ് കട്ട് ചെയ്തത്, അതുപോലെ 5 എണ്ണം വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടി ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്, ഒരെണ്ണം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ആക്കുക. ഇത്ര തന്നെ വലുത് വേണമെന്നില്ല, ജസ്റ്റ് ബാക്ക് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരെണ്ണം കൂടി ആക്കിയിട്ട് ഇതുപോലെ ഒരെണ്ണം ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 5 എണ്ണവും ഇതുപോലെ ചെയ്ത് നല്ല രീതിയിൽ ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെക്കണം, ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടി നിൽക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു അക്രിലിക് പെയിൻറ് വേണം. നമ്മുടെ ത്രെഡിൻ്റെ അതേ കളറ് അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് കൊണ്ട് ഇതുപോലെ ഡോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബോർഡറിൽ ഇതുപോലെ എല്ലാത്തിനും ഒരുപോലെ തന്നെ ഡോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ത്രെഡിന് മാച്ചായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഉണങ്ങണം കേട്ടോ. ഇനി വേണ്ടത് ഇതുപോലത്തെ മിററാണ്. ഇത് നമുക്ക് ആ ഓരോ പോർഷൻ്റെയും സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തത്. ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഈ കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയാമെന്നല്ലാതെ ആരും ചെയ്യുന്നില്ല. ഒരാളെങ്കിലും ഒരാൾ ചെയ്താൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും വലുതും കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അല്ല, ഞാൻ 5 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഒട്ടിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി നേരം ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കാവൂ, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് വിട്ടുപോരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ വൂളൻ ത്രെഡ് എടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ക്ലോത്തോ ലേസോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇത്തിരി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി വെച്ച് കൊടുക്കാനാണ്. അതായത് ഇതുപോലെ ഞാൻ 2 എണ്ണം എടുത്തിട്ട് ബാക്കിൽ ആ ത്രെഡിൻ്റെ ബാക്കിലായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ആ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഗ്രിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്ത് എടുക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ലേസ് കൈമിലുള്ളത് കൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് ഈ ഒരു കാർഡ്ബോർഡ് വലുത് ആണ് ലോക്കറ്റ് പോലെ ഞാൻ ഫസ്റ്റിൽ വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും അറ്റത്ത് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ലോങ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്തിലൂടെ ഇറക്കിയിടാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം.